വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അപ്പം വർദ്ധിപ്പിക്കുന്നു. യേശു തിബേരിയോസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമിയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട് ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന ശുശ്രൂഷയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവികതയുടെയും വിശ്വാസികളായ ഒരു കൂട്ടം മനുഷ്യരുടെയും ഭാവങ്ങളാണ് കാണാൻ കഴിയുന്നത്. തന്നെ അനുഗമിക്കുന്നതിലൂടെ ജനതയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവിക ഭാവം നമുക്ക് യേശുവിൽ കാണാൻ കഴിയും. ജനതയ്ക്ക് ഭക്ഷിപ്പാൻ അപ്പമെടുത്ത് ആശീർവദിച്ച് നൽകുന്നതിലൂടെ അപ്പം വർദ്ധിക്കുന്നതായും അവർ ഭക്ഷിച്ച് തൃപ്തരാകുന്നതായും നാം കാണുന്നു. ഈ ജനത യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ കാണാനാണ് യേശുവിനെ അനുഗമിക്കുന്നത്. എന്നാൽ അവർ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തെ നാം കാണുന്നു. ഇതിലൂടെ തന്നിൽ ആശ്രയിക്കുന്ന ജനതയ്ക്ക് വേണ്ടി കരുതലുള്ള ഒരു ദൈവിക ഭാവമാണ് നാം ഇവിടെ യേശുവിൽ കാണുന്നത്. ബൈബിളിൽ ഉടനീളം പലയിടത്തും ഈ കരുതൽ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിന് ഭക്ഷിപ്പാനായി സ്വർഗീയ ഭക്ഷണമായ മഞ്ഞ പൊഴിച്ച് അവരുടെ വിശപ്പ് മാറ്റുന്നതായി നാം വായിക്കുന്നു. ഇതേ ദൈവം ഇപ്പോൾ മനുഷ്യനിർമ്മിതമായ അപ്പം വർദ്ധിപ്പിച്ച് തന്നെ അനുഗമിച്ചവരുടെ വിശപ്പ് മാറ്റുന്നു. വീണ്ടും സ്വയം അപ്പമായി കുർബാനയിലൂടെ തന്നെ വിശ്വാസികളായ നമുക്ക് ഭക്ഷണമായി നൽകുന്നു. യേശുവിനെ അനുഗമിച്ച ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാർത്ഥമായി ഒന്നും കരുതാതെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ മാത്രം അനുഗമിച്ചവരാണ്. അതിനാൽ തന്നെ മറ്റൊന്നും അവർ കരുതിയിരുന്നില്ല. അക്കൂട്ടത്തിലെ ബാലൻ നിസ്വാർത്ഥനായി തനിക്കായി ആകെ ഉണ്ടായിരുന്ന അപ്പവും മീനും പങ്കുവയ്ക്കുന്നു. ആ പങ്കുവയ്ക്കൽ അവനും മറ്റുള്ളവർക്കും അതിവോളം ഭക്ഷിക്കുവാനുള്ള അപ്പവും മീനുമായി മാറുന്നു. ഈ വചനങ്ങളിലൂടെ ദൈവത്തിൽ അതിയായി വിശ്വസിച്ചാൽ ദൈവം നമ്മെ കരുതുകയും നമുക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ബാലൻ ചെയ്തതുപോലെ നമുക്കുള്ളത് നമ്മുടേതല്ല, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നൽകപ്പെടേണ്ടതാണ് എന്ന പങ്കുവയ്ക്കൽ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. വചനത്തിൻ്റെ അവസാന ഭാഗത്ത് ആ ജനക്കൂട്ടം യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് പ്രവാചകൻ എന്ന് വിശ്വസിക്കുകയും രാജാവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രവാചകനോ രാജാവോ ആകുന്നതിലൂടെ തൻ്റെ ആഗമന ദൗത്യം തടസ്സമാകുമെന്നതിനാൽ ആവണം യേശു ആ ജനതയിൽ നിന്ന് അകലുന്നു. പിന്നീട് കുരിശുമരണത്തിലൂടെ ആഗമന ദൗത്യം പൂർത്തിയാക്കുകയും ദൈവപുത്രൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഈ വചനങ്ങളിൽ ശ്രവിച്ചതുപോലെ വിശ്വാസ തീക്ഷ്ണതയുള്ളവരായി നിസ്വാർത്ഥരായി പങ്കുവയ്ക്കൽ മനോഭാവമുള്ളവരായി ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം.